പൃഥ്വിരാജ് നന്ദനം സിനിമയിലേക്ക് ആദ്യമായി അഭിനയിക്കാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മണിയൻ പിള്ള രാജു. രഞ്ജിത്ത് തന്നെ വിളിച്ചിട്ട് കാണാൻ കൊള്ളാവുന്ന പയ്യനുണ്ടോ എന്ന് ചോദിച്ചെന്ന് രാജു പറഞ്ഞു. താൻ ഇന്ന് ബാർബർ ഷോപ്പിൽ പോയപ്പോൾ മല്ലികയുടെയും സുകുമാരൻ്റെയും മകനെ കണ്ടെന്നും സുന്ദരനാണെന്നും രഞ്ജിത്തിനോട് മറുപടി പറഞ്ഞെന്ന് മണിയൻപിള്ള രാജു കൂട്ടിച്ചേർത്തു. താൻ ഈ കാര്യം മല്ലികയോട് പറഞ്ഞെന്നും പിറ്റേ ദിവസം പൃഥ്വിരാജിനെ രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചെന്നും അങ്ങനെയാണ് നന്ദനത്തിൽ എത്തിയതെന്നും മണിയൻപിള്ള പറയുന്നുണ്ട്. മല്ലിക സുകുമാരൻ സിനിമയിൽ വന്നിട്ട് 50 വർഷം പിന്നിട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡയറക്ടർ രഞ്ജിത്ത് കോഴിക്കോട് നിന്ന് വിളിക്കുന്നു. രാജു, ഞാൻ നാളെ ഒരു പുതിയ പടം തുടങ്ങുന്നുണ്ട്. അതിനൊരു കാണാൻ കൊള്ളാവുന്ന നല്ലൊരു പയ്യനെ വേണം എന്ന് പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ഒരാവശ്യവുമില്ലാതെ വുമൻസ് കോളേജിൻ്റെ വഴിയിലൂടെ നടന്നപ്പോൾ അവിടെ ഒരു ഹെയർ കട്ടിംഗ് സലൂണുണ്ട്. അവിടെ മുടിവെട്ടാൻ പോയപ്പോൾ സുകുമാരൻ്റെയും മല്ലികയുടെയും മകനെ കണ്ടു. എന്തൊരു സുന്ദരനാണ്! ചെറുപ്പത്തിൽ ഞാൻ എടുത്തുകൊണ്ട് നടന്നതാണ്. അതിസുന്ദരനാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് എന്തോ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നതാണെന്ന് തോന്നുന്നു എന്ന് രഞ്ജിത്തിനോട് പറഞ്ഞു. ഒന്ന് പറയുമോ എന്ന് രഞ്ജിത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മല്ലികയുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെയാണ് അമ്മ. പിറ്റേ ദിവസം രാജുവിനെ തള്ളി പറഞ്ഞയച്ചു. എല്ലാം കഴിഞ്ഞ് രഞ്ജിത്ത് എന്നെ വിളിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു സെലക്ഷൻ ഇല്ല, അതാണ് നന്ദനത്തിലെ ഹീറോ എന്ന് പറഞ്ഞു. ആ സ്നേഹം മല്ലികയ്ക്കുള്ളതുപോലെ തന്നെ പൃഥ്വിരാജിനും ഉണ്ട്. ഏതോ ഒരു ചാനലിൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിൽ എന്നെ ഉപദേശിക്കാൻ രാജു ചേട്ടനല്ലാതെ വേറെ ഒരാൾക്ക് അവകാശമില്ല എന്ന്. ഇവർക്കെല്ലാം വലിയ കാര്യമാണ്, മണിയൻപിള്ള രാജു പറഞ്ഞു.